السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഇന്ന് നാം പഠിക്കുന്നത് സജദ സൂറത്തിലെ 21, 22 എന്നീ 2 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യം ഈ 2 ആയത്തുകളും ഒന്ന് പാരായണം ചെയ്യാം. ശേഷം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിവരിക്കാം. അവസാനം സംഘമായി ഓതി പരിശീലിക്കുകയും ചെയ്യാം. എന്നാൽ പാരായണം തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون. ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون. ഇനി പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَنُذِيقَنَّهُم مِّنَ الْعَذَابِ الْأَدْنَىٰ دُونَ الْعَذَابِ الْأَكْبَرِ لَعَلَّهُمْ يَرْجِعُونَ. വാവ് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മുമ്പ് നാം സൂചിപ്പിച്ചതാണ്. ദാലാണ്, ദാലായി ഉച്ചരിക്കാൻ പാടില്ല, ദാലായി തന്നെ മൊഴിയണം. ഖാഫ് കാഫായി പോകാൻ പാടില്ല. മറ്റൊന്ന് വലനുദീഖന്ന, ഷദ്ദുള്ള നൂനാണല്ലോ, മണിക്കണം. നന്നായി മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. വലനുദീഖന്നഹും മിന, ഹും ഹ അവ്യക്തമാവാനും പാടില്ല, ഓവർ കട്ടി കൂടിയിട്ട് വലനുദീഖന്നഹും ഇങ്ങനെ ഓവറായി പോകാനും പാടില്ല. വലനുദീഖന്നഹും മിന, ഹും മിന അവിടെ മീമിനെ മണിക്കണം, നന്നായി ഉന്നത്ത് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. മിനൽ അദാബി, മിനൽ ഐൻ ശ്രദ്ധിക്കണം. ദാൽ ദാലായി പോകാൻ പാടില്ല. അദാബിൽ അദ്ന, അദ്ന അൽ അദ്ന എന്ന പദത്തിലെ ദാലിൽ ഖൽഖല എന്ന് പറയുന്ന ആ സിഫത്ത്, ചലന ശബ്ദം എന്ന് പറയുന്ന ആ ഒരു സ്വഭാവ വിശേഷണം നൽകിക്കൊണ്ടാണ് ഓതേണ്ടത്. അദ്ന എന്നല്ല, അൽ അദ്ന. മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബ്, ദൂനൽ ഐൻ ശ്രദ്ധിക്കണം, ദാൽ ശ്രദ്ധിക്കണം. അൽ അദാബിൽ അക്ബർ, അൽ അക്ബർ എന്ന പദത്തിലെ കാഫിൽ പലരും ഖൽഖല കൊടുത്തുകൊണ്ട് അൽ അക്ബർ എന്ന് ഓതാറുണ്ട്. അത് ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല. അക്ബർ എന്നല്ല പറയേണ്ടത്, അക്ബർ. ലഅല്ലഹും യർജിഊൻ, ലഅല്ലഹും, ലഅല്ലഹും അവിടെയുള്ള ഹാവും അവ്യക്തമായി പോകാൻ പാടില്ല. ലഅല്ലഹും യർജിഊൻ. അടുത്ത ആയത്ത്. ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها. ومن أظلم, ومن أظلم, അള്ളമു എന്ന പദം പലരും എന്ന് മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാരും ഓതാറുള്ളത് അളുലമു എന്നാണ്. അളുലമു ലായിൽ അല്പം
കൽക്കല എന്ന ആ ഒരു സിഫത്ത് നൽകിക്കൊണ്ട്. ആ പാരായണം ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല. അല്ലം അൽ ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, അല്ലാതെ അൽലമു എന്നല്ല. അല്ലം. വമൻ അല്ലമു മിമ്മൻ ദുക്കിർ. മിമ്മൻ ദു ഇവിടെയൊക്കെ മണിക്കണം. മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി. ദു ദാലാണ്, ദു എന്നല്ല ഓതേണ്ടത്, ദു ദാലായി തന്നെ ഓതണം. ദുക്കിറ ബിആയാതി റബ്ബിഹി. റാഉം ശ്രദ്ധിക്കേണ്ടതാണ്. സുമ്മ മീമിനെ മണിക്കുകയും ചെയ്യണം. അഅറള അൻഹ. അഅറള അഅറള ഇവിടെ പലരും അഅറള എന്നൊക്കെ ഓതാറുണ്ട്, ഒരൽപ്പം കൽക്കല കൊടുത്തുകൊണ്ട് ഐനിൽ. അതും വേണ്ടതില്ല. അഅറള അൻഹ. അൻഹ ഹ അവ്യക്തമായി പോകാൻ പാടില്ല. ആ രണ്ട് ഐനുകളും നന്നായി തന്നെ ഉച്ചരിക്കുകയും ചെയ്യണം. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. ഇന്നാ ഷദ്ദുള്ള നൂനാണല്ലോ, മണിക്കണം, നന്നായി മണിക്കണം. മിനൽ മുജ്രിമീൻ. മുജ്രിമീൻ മുജ്രിമീൻ എന്നല്ല, ജീമിൽ കൽക്കല നൽകിക്കൊണ്ട്. മുജ്രിമീൻ. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. മുൻത അവിടെയും മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. സാക്കിന നൂനിന് ശേഷം താ ആണല്ലോ. അങ്ങനെ താ വന്നാൽ ഇഖ്ഫാ ചെയ്തുകൊണ്ട് മറച്ചു മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. വമൻ അളമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. മറ്റൊന്ന് അഅറള അൻഹ. ഇവിടെ വഖഫ് ചെയ്യാതെ, അവിടെ വഖഫ് ചെയ്യൽ ജായിസാണ്. അങ്ങനെ ജായിസാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് മുസ്ഹഫിൽ ഒരു ജീമ് എഴുതി കൊടുത്തതായും കാണാം. അങ്ങനെ അവിടെ വഖഫ് ചെയ്യാതെ ഇന്ന എന്ന തൊട്ടു ശേഷമുള്ള പദവുമായി ചേർത്തോതുമ്പോൾ നന്നായി മദ്ദ് ചെയ്യണം. അങ്ങനെ മദ്ദ് ചെയ്യണം എന്നതിൻ്റെ മേൽ അറിയിക്കാൻ വേണ്ടി അവിടെ ഒരു മദ്ദിൻ്റെ അടയാളവും എഴുതി കൊടുത്തതായി കാണാം. അഅറള അൻഹ ഇന്ന. ഇങ്ങനെ നന്നായി നീട്ടി, അഥവാ 3 അലിഫിൻ്റെ ഖദ്റോ 3.5 അലിഫിൻ്റെ ഖദ്റോ നീട്ടിയാണ് ഓതേണ്ടത്. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. ഇനി ഈ 2 ആയത്തുകളും നമുക്ക് സംഘമായി ഓതാം. മുമ്പുള്ള ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആയത്തുകൾ 2 തവണ ഓതും. ആദ്യത്തെ തവണ ശ്രദ്ധിച്ച് കേൾക്കുകയും രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ നിങ്ങളും ഓതുക. പാരായണം തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون. ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون.
ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാമായ ഖുർആൻ ഷരീഫ് തെറ്റുകൂടാതെ തജ്വീദ് അനുസരിച്ച് ഓതി പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും അവൻ തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.